നമസ്കാരം. ഫസ്റ്റ് ഐറ്റിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഇലക്ട്രീഷ്യൻ സീനിയർ കുട്ടികളുടെ ടോപ്പിക്കായ UPS സിസ്റ്റത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം UPSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആണ് വർക്ക് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പവർ ഓഫായി അല്ലെങ്കിൽ പവർ ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് സഡനായിട്ട് നമുക്ക് എന്ത് പറ്റും, നമുക്ക് നഷ്ടപ്പെടുകയും നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് UPS എന്ന് പറയുന്നത്. All UPS design contain a battery charger to keep the battery fully charged by the power from mains. അപ്പം ഏതൊരു UPS സിസ്റ്റത്തിൽ ആണെങ്കിലും അവിടെ എന്തുണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് തരാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി കാണും. ഈ ബാറ്ററി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ആയിക്കൊണ്ടിരിക്കുക. എവിടുന്ന്? മെയിൻ സപ്ലൈയിൽ നിന്ന്. Small UPS normally comes with a sealed maintenance free batteries which can provide 10 to 15 minutes of power backup. നമുക്ക് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ഒരു പവർ ബാക്കപ്പ് UPS സിസ്റ്റം യൂസ് ചെയ്യുന്നത് മൂലം ലഭിക്കുന്നുണ്ട്. ദ ബാക്കപ്പ് ടൈം ഇൻക്രീസ് വിത്ത് ദ കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി. ഇപ്പോൾ ഞാൻ പറഞ്ഞു 10 മുതൽ 15 മിനിറ്റ് വരെ ആയിരിക്കാം നമുക്കൊരു സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു UPSൻ്റെ ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. എന്ത് ചെയ്യണമെന്നാണ് അതിന് പറഞ്ഞത്? ദ ടൈം ഇൻക്രീസ് വിത്ത് ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി. ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ പല കപ്പാസിറ്റിയിൽ നമുക്ക് ബാറ്ററി അവൈലബിൾ ആണ്. 12 വോൾട്ട് ഉണ്ട്, 24 വോൾട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഈ UPSൻ്റെ ബാക്കപ്പ് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. ഇനി മെയിനായിട്ട് നമുക്ക് UPSകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യിക്കാം. UPS classification. There are two broad categories of UPS topologies. ഒന്നാമത്തേനെ നമ്മൾ ഓൺലൈൻ UPS എന്നും രണ്ടാമത്തേനെ നമ്മൾ ഓഫ്ലൈൻ UPS എന്നും പറയുന്നു. These topologies differ in the way serve the load when the main present and is healthy. അതപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അതെന്താണ് നമുക്ക് അടുത്ത ബ്ലോക്ക് ഡയഗ്രത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഓൺലൈൻ UPSും ഓഫ്ലൈൻ UPSും എന്താണ്, കുറച്ച് അതിൻ്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. പിന്നെ പ്രൈസിങ്, നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളും രണ്ടിനും വളരെ വ്യത്യാസം ഉള്ള ഒന്നാണ്. അപ്പോൾ നമുക്കൊരു ആദ്യം ഓഫ്ലൈൻ UPS സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ബ്ലോക്കുകൾ മുഖേന. അപ്പം സർക്യൂട്ട് ഡയഗ്രവും ബ്ലോക്ക് ഡയഗ്രവും രണ്ടും രണ്ടാണ്. സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പോണൻസ് വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഇത് ചെയ്യാൻ നോക്കുന്നത്, വിഷ്വലൈസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഓരോ പാർട്സുകളെ നമ്മൾ ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് മെയിൻ വരുന്നുണ്ട്, മെയിൻ സപ്ലൈ നമുക്ക് വരുന്നുണ്ട്. മെയിൻ സപ്ലൈ വന്നിട്ട് ഇവിടെ ഒരു സർജ് സപ്രസർ എന്ന് പറഞ്ഞൊരു ബ്ലോക്കിലേക്കാണ് കയറിയിരിക്കുന്നത്. അതിനുശേഷം അതൊരു ഫിൽറ്ററിലേക്ക് പോകുന്നു. ഫിൽറ്ററിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് ലോഡ് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2-വേ സ്വിച്ച് കണ്ടോ, അതിനെ ട്രാൻസ്ഫർ സ്വിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിൽറ്ററിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് നേരെ ട്രാൻസ്ഫർ സ്വിച്ച്, ഇവിടെ മെയിൻ സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് ട്രാൻസ്ഫർ സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. ആ ക്ലോസ്ഡ് പൊസിഷനിലൂടെ നമ്മുടെ എങ്ങോട്ടേക്ക് പോകുന്നു, ലോഡിലേക്ക് പോകുന്നു. ഇനി ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കണ്ടില്ലേ? ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സപ്ലൈയിൽ നിന്നും നേരെ പോയിരിക്കുന്നത് ഒരു റെക്ടിഫയറിലേക്കാണ്. റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താ? AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്ത്? റെക്ടിഫയർ എന്ന് പറയുന്നത്. നമ്മൾ റെക്ടിഫയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ സപ്ലൈയിൽ നിന്നും നേരെ ഒരു AC റെക്ടിഫയറിലേക്ക് പോകുന്നു. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആണ്. ഈ DC ഔട്ട്പുട്ട് നമ്മളിവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വോൾട്ടേജ് റേറ്റിങ്ങിലുള്ള ബാറ്ററി ആണോ ആ റേറ്റിങ്ങിലുള്ള ബാറ്ററി ഇവിടെ വയ്ക്കുക. അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്ററി ചാർജ് ആകുന്നു. ബാറ്ററിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആണ് കേട്ടോ, ഡയറക്റ്റ് കറണ്ട് ആണ്, അതെല്ലാവർക്കും അറിയാമല്ലോ.
അപ്പം ഇവിടെ നമുക്ക് ബാറ്ററിയെ നമുക്ക് 0 മുതൽ അതിൻ്റെ എത്രത്തോളം മാക്സിമം വരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നീട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? റെക്ടിഫയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ഇൻവെർട്ടറിൽ നടക്കുന്നത്. ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നും വരുന്ന DC ഔട്ട്പുട്ടിനെ എന്താക്കും? AC ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും UPS ഉപയോഗിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ലോഡിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? AC ഔട്ട്പുട്ടാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്നും വരുന്ന DCനെ ഈ ഇൻവെർട്ടർ AC ആക്കി മാറ്റുന്നു. അതിനുശേഷം ഇവിടെ വരെ അത് കൊണ്ടുപോകുന്നു. പക്ഷേ മെയിൻ സപ്ലൈ ഉള്ള സമയങ്ങളിൽ എന്താ സംഭവിക്കുക? ട്രാൻസ്ഫർ സ്വിച്ച് വഴി നമ്മൾ മെയിൻ സപ്ലൈയിൽ നിന്നുമാണ് ലോഡിലേക്ക് എടുക്കുക. പക്ഷേ ഇവിടെ ഒരു മെയിൻ സപ്ലൈ ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക. മെയിൻ സപ്ലൈ ഫെയിലിയർ ആകുന്ന സമയത്ത് ഈ ട്രാൻസ്ഫർ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻവെർട്ടറിലെ ആ ഒരു പൊസിഷനിലേക്ക് സ്വിച്ച് ചേഞ്ച് ഓവർ നടക്കുകയും ഈ നമ്മുടെ വർക്കിന് ഒരു തടസ്സം സംഭവിക്കാത്ത രീതിയിൽ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുകയും സാധിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒരു ഓഫ്ലൈൻ UPS സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ പല പല ഘട്ടങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ സ്വിച്ച് ഈ ഓൺ പൊസിഷനിൽ നിന്നും മെയിൻ സപ്ലൈയുടെ പൊസിഷനിൽ നിന്നും ഇൻവെർട്ടറുടെ പൊസിഷനിലേക്ക് വരാനായിട്ട് ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. ഒരു 4 to 8 മില്ലി സെക്കൻഡോളം എന്തുണ്ടാവും? ഡിലേ ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഓഫ്ലൈൻ UPSനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. മെയിൻ സപ്ലൈ നേരെ സർജ് സപ്രസിലേക്ക് വരുന്നു. സർജ് സപ്രസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററിലേക്ക് പോകുന്നു. ഫിൽറ്ററിൽ നിന്നും നേരെ പോകുന്നത് നമ്മുടെ ലോഡിലേക്കാണ് ത്രൂ ഈ ട്രാൻസ്ഫർ സ്വിച്ച് വഴി. ഇനി എപ്പോഴാണോ മെയിൻ സപ്ലൈ ഫെയിലിയർ ആകുന്നത് ആ സമയത്ത് നമ്മുടെ ഈ ബാറ്ററി ഇവിടെ ഓൾറെഡി എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഓൾറെഡി നമ്മുടെ ബാറ്ററി ചാർജിങ് പൊസിഷനിലാണ്. മനസ്സിലായോ? അത് ഡിസ്ചാർജ് ആകുന്നത് എപ്പോഴാണ്? മെയിൻ സപ്ലൈ പോകുമ്പോഴത്തേക്കും ബാറ്ററി ഓൺ ആവുകയും അതിൽ നിന്നും ഇൻവെർട്ടർ മുഖേന നമ്മുടെ ട്രാൻസ്ഫർ സ്വിച്ച് ചേഞ്ച് ഓവർ സംഭവിച്ച് ലോഡിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു UPSൻ്റെ വർക്കിംഗ്, ഓഫ്ലൈൻ UPSൻ്റെ വർക്കിംഗ് നടക്കുക. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മളിവിടെ അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദിസ് UPS ഇസ് ഓൾസോ കാൾഡ് എ സ്റ്റാൻഡ് ബൈ UPS സിസ്റ്റം. ഇതിന് മറ്റൊരു പേര് പറഞ്ഞ എന്താണ്? ഓഫ്ലൈന് സ്റ്റാൻഡ് ബൈ UPS സിസ്റ്റം എന്നാണ്. വിച്ച് ക്യാൻ ഗീവ് ഓൺലി ദ മോസ്റ്റ് ബേസിക് ഫീച്ചേഴ്സ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഉള്ളൊരു സിസ്റ്റമാണിത്. ഹിയർ ദ പ്രൈമറി സോഴ്സ് ഈസ് ഫിൽറ്റേഡ് AC മെയിൻ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ല, നമ്മൾ പ്രൈമറി ആയിട്ടൊരു ഫിൽറ്റർ വഴിയാണ് മെയിൻ സപ്ലൈ ഫിൽറ്റർ വഴിയാണ് ലോഡിലേക്ക് വരുന്നത്. എന്താ പവർ breakage occurs, the transfer switch will select the backup source. എപ്പോഴാണോ മെയിൻ സപ്ലൈ പോകുന്നത് ആ സമയത്ത് ട്രാൻസ്ഫർ സ്വിച്ച് ഇൻവെർട്ടറിൻ്റെ പൊസിഷനിലേക്ക് വീഴുന്നു. Thus we can clearly see that the standby system will start working only when there is any failure of main. അതായത് മെയിനിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബാക്കപ്പ് സിസ്റ്റം അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ AC വോൾട്ടേജ് ഈസ് ഫസ്റ്റ് റെക്ടിഫൈഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് ബാറ്ററി കണക്റ്റഡ് ടു ദ റെക്ടിഫയർ. മനസ്സിലായല്ലോ? അതായത് ആദ്യം ഒരു AC വോൾട്ടേജ് വരുന്നുണ്ട്, അത് റെക്ടിഫയർ ആകുന്നു. ആ റെക്ടിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒരു ബാറ്ററിയിൽ സ്റ്റോറേജ് ആകുന്നു. അതിനുശേഷം വീണ്ടും അതിൽ ഇൻവെർട്ടറിലേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എത്തുന്നു. മെയിൻ ലോഡിലേക്ക് എത്തുന്നു. അത്രയും കാര്യങ്ങളാണ് ഓഫ്ലൈൻ UPS സിസ്റ്റം. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക. ആ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുമ്പോൾ തന്നെ അതെന്താ നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു ഓൺലൈൻ UPS സിസ്റ്റമാണ്. ഓൺലൈൻ UPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു റെക്ടിഫയർ ഉണ്ട്, AC to DC. അതിൻ്റെ നടുക്ക് പിന്നീട് ഒരു ഇൻവെർട്ടർ ഉണ്ട്, DCനെ AC ആക്കാനായിട്ട്. നടുക്ക് എന്തുണ്ട്? ഒരു ബാറ്ററി ഉണ്ട്. മനസ്സിലായോ? പിന്നെ ഇവിടെ സ്റ്റാറ്റിക് ബൈപ്പാസ് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. സ്റ്റാറ്റിക് ബൈപ്പാസിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്കിവിടെ നിന്നാണ് മെയിൻ വരുന്നത്, നോട്ട് ചെയ്തിട്ടില്ല. ഈ മെയിൻ വന്നിട്ട് നേരെ AC നെ DC ആക്കുന്നു. അതിനുശേഷം അത് വീണ്ടും
ഈ പൊസിഷനിൽ നമ്മൾ ഇവിടെ ഒരു റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമുക്കൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവിടെ റെക്ടിഫയർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ലോഡിലേക്ക് എന്ത് വേണം? എ സി വേണമല്ലോ. എ സി കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി എപ്പോഴെങ്കിലും മെയിൻ സപ്ലൈ ഇല്ല എന്ന് വിചാരിക്കുക. മെയിൻ സപ്ലൈ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററിയിൽ നിന്നും നേരെ ഔട്ട്പുട്ട് ഇൻവെർട്ടറിലേക്ക് പോകുന്നു, ഇൻവെർട്ടറിൽ നിന്നും നേരെ ലോഡിലേക്കും പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഏത് നേരം ഓൺലൈനിൽ തന്നെയായിരിക്കും സിസ്റ്റം ഉണ്ടാവുക. മനസ്സിലായോ? സപ്ലൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു ഓൺലൈനാണ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ പേര് തമ്മിൽ ഓൺലൈൻ എന്നും ഓഫ്ലൈൻ എന്നും വരാനായിട്ടുള്ളൊരു കാരണം. കണ്ടോ, ഇവിടെ മെയിൻ സപ്ലൈ ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും? ഇവിടുന്ന് DC നേരെ ചാർജ് ആകുന്നുണ്ട്. അത് തന്നെ വീണ്ടും ഇവിടെ ഇൻവേർഷൻ നടന്നിട്ട് ലോഡിലേക്ക് പോകുന്നു. മനസ്സിലായോ? സപ്ലൈ കട്ടായെന്ന് വിചാരിക്കുക. സപ്ലൈ കട്ടാകുമ്പോഴത്തേക്കും ഈ ബാറ്ററിയിൽ നിന്നുള്ള DC നേരെ ഇൻവെർട്ടറിലൂടെ കയറി ലോഡിലേക്ക് പോകുന്നു. ക്ലിയർ ആയല്ലോ? ഇനി എന്തിനാണ് ഈ സ്റ്റാറ്റിക് ബൈപ്പാസിൻ്റെ ആവശ്യം എന്ന് വിചാരിക്കുക. ഈ ഇൻവെർട്ടർ എപ്പോഴെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാമല്ലോ. ഇൻവെർട്ടർ എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോഡിലേക്ക് നമ്മുടെ സപ്ലൈ എത്തുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ സ്റ്റാറ്റിക് ബൈപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ബൈപ്പാസ് നേരെ മെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലോഡിലേക്ക് പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇതാണ് ലോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺലൈൻ UPS സിസ്റ്റത്തിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക, ഇത് നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് UPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് 2 കാറ്റഗറിയാണുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. ഓഫ്ലൈൻ്റെയും ഓൺലൈനിൻ്റെയും വ്യത്യാസങ്ങളും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓർത്ത് വെക്കുക. ആ ബ്ലോക്ക് ഡയഗ്രം ഓർത്ത് വെക്കുക. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി.